ഡേ 2 പാർട്ട് 2 ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ ബീച്ചിൽ പോകുന്നതായിരുന്നു. ബീച്ച് പുലിമുട്ടി പോകുന്ന ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചായിരുന്നു. അപ്പോൾ ഞാനത് പുലിമുട്ടി എന്താണ് അപകടം എന്ന് പറയാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ നടത്തേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ അതിൻ്റെ കാരണം ഞാൻ പറയുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ മിക്കവാറും നമ്മുടെ ഇനി ഒരു പാർട്ടും കൂടെ ഉള്ളു. ഡേ 3യുടെ ഒരു പാർട്ടും കൂടെ ചിലപ്പോൾ കാണത്തുള്ളു. അത് കഴിഞ്ഞിട്ട് ട്രിപ്പ് ഓഫ് കന്യാകുമാരിയുടെ അവസാനമായിരിക്കും. അപ്പോൾ നമ്മളിവിടെ 3 ദിവസം നിൽക്കാനാണ് വന്നത്. മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം നിൽക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ 3 ദിവസം നിൽക്കാനേ വന്നുള്ളൂ. എന്തുമായാലും ബാക്കി ഡീറ്റെയിലൊക്കെ നാളെ എഴുതും. അതിൻ്റെ സസ്പെൻസൊക്കെ കളയുന്നില്ല. പിന്നെ ഇവിടുത്തെ മുട്ടിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ അഴീക്ക മുട്ടും അങ്ങനത്തെ ഉള്ള കൊല്ലത്ത് മുട്ടിട്ടൊന്നും വിചാരിച്ചില്ല. അങ്ങനെ ചില സ്ഥലത്ത് മുട്ടുണ്ട്. അവിടെ മുട്ടുണ്ടെങ്കിലും അതെല്ലാം മണ്ണ് കൊണ്ട് നിരത്തിയാണ് പോയത്. എന്ന് പറഞ്ഞാൽ ഒന്നെങ്ങനെ ഉണ്ടെങ്കിൽ കോൺക്രീറ്റ് ഇട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്ക് മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്താണ് പോകുന്നത്. പക്ഷേ ഈ കന്യാകുമാരി മുട്ടിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബീച്ച് എവിടെയാണെന്ന് തോന്നുന്നു. ആ ബീച്ചിലെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുട്ടിനും മണ്ണ് പകുതി വരെ ഇട്ടിട്ടുള്ളൂ. പകുതിയെല്ലാം ഒന്നും ഇട്ടിട്ടില്ല, ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കല്ലാണ്. അപ്പോൾ ഈ കല്ല് ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ്. ഈ കല്ലെന്ന് പറഞ്ഞാൽ ഈ എപ്പോഴും കടലിൽ വന്ന് എപ്പോഴും അടിക്കുന്നുണ്ട്. ഈ പുലിമുട്ടല്ല, ഈ കല്ലിലോട്ട് വന്ന് എപ്പോഴും വെള്ളം അടിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ തെന്നലുണ്ട്, വെള്ളം അടിക്കുന്നുണ്ട്, എപ്പോഴും തെന്നലുണ്ട്. മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ തന്നെ പറഞ്ഞാൽ ഈ കടല്. അപ്പോൾ ഇതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കടലിൻ്റെ ഫോഴ്സ് കുറച്ചിട്ട് ഇപ്പോൾ അവിടെ ബോട്ട് എടുക്കുന്ന സ്ഥലമാണിത്. അപ്പം ആ ബോട്ട് അടുക്കുമ്പോൾ അത്ര അങ്ങോട്ട് പെട്ടെന്ന് തിര അടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. തിര ഇല്ലാന്നല്ല, തിര ഉണ്ടാത്ത പക്ഷേ ഫോൾസ് കുറവായിരിക്കും. അപ്പോൾ ഈ ഫോൾസിന് വന്നാണ് അങ്ങ് അടിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ ഫോൾസിന് വന്ന് അടിക്കുന്നുണ്ട്. ഇവിടെ വെള്ളം എല്ലാം കൂടി കല്ലിലോട്ട് കയറി എന്ന് പറഞ്ഞാൽ അവിടെ മൊത്തം നനവായിരിക്കും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചു പോയില്ല, തെന്നി വീഴുന്നൊരു കുഴപ്പമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് വിവേകാനന്ദ പാറ കാണാൻ പറ്റുന്നുണ്ടെന്ന് നോക്കി. അപ്പോൾ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്, അത് കാണാൻ പറ്റുന്ന എനിക്കറിയാമായിരുന്നു. എന്നിട്ട് അവിടെ നമ്മൾ നടന്ന് അപ്പം നടന്ന് പോകുമ്പോൾ ഭയങ്കര അപകടമാണ്. പിന്നെ നമ്മൾ ബീച്ചിൽ ഇറങ്ങിയായിരുന്നു. അപ്പം നമ്മൾ ബീച്ചൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ രാവിലെ അവിടെ വെട്ടവാനാണ്. അപ്പോൾ നമ്മൾ കിടന്നിറങ്ങിയിട്ട് അപ്പോൾ ഇത്ര ഉള്ളത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക.